ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യവസായ വകുപ്പിൽ മന്ത്രി ഇ.പി. ജയരാജൻ തൻ്റെ അടുത്ത ഒരു ബന്ധുവിനെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ MD ആയി നിശ്ചയിച്ച നടപടി തനിക്ക് സംഭവിച്ചൊരു തെറ്റാണ് എന്ന് ജയരാജൻ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തുറന്ന് സമ്മതിക്കുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ പ്രതിച്ഛായ ഉയർത്തിപ്പിടിക്കാൻ, ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായ ഉയർത്തിപ്പിടിക്കാൻ മറ്റു പാർട്ടികളിൽ നിന്നും മുൻകാല ഗവൺമെൻറ്റുകളിൽ നിന്നും വ്യത്യസ്തമാണ് LDF സർക്കാർ എന്ന് തെളിയിക്കാൻ പിണറായി വിജയൻ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കാൻ എന്നെ അനുവദിക്കണം എന്ന് ഇ.പി. ജയരാജൻ സെക്രട്ടേറിയറ്റിൽ നിർദ്ദേശിക്കുകയുണ്ടായി. ഇതിന് പാർട്ടി സെക്രട്ടേറിയറ്റ് അനുമതി കൊടുത്തിരിക്കുകയാണ്. ജയരാജൻ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കുറച്ചു കാലമായി നിലനിന്ന് വരുന്ന ഇത്തരം നിയമനങ്ങളിൽ ഉള്ള നിയമാനുസൃതമല്ലാത്ത രീതി അത് പുനഃപരിശോധിക്കണമെന്ന് ഇന്നലെ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രിസഭ ഇന്നലെ എടുത്ത തീരുമാനം സ്വാഗതാർഹമാണ്. ഇത്തരം സ്ഥാപനങ്ങളുടെ MDമാരെ നിശ്ചയിക്കുന്ന സന്ദർഭത്തിൽ അതിനുവേണ്ടി ഒരു പ്രത്യേകമായ ബോർഡ് രൂപീകരിക്കണമെന്ന ക്യാബിനറ്റ് തീരുമാനം അത് സ്വാഗതാർഹമായ ഒരു നിലപാടാണ്. ഇതോടൊപ്പം ഇതുപോലുള്ള നിയമനങ്ങൾ നടത്തുമ്പോൾ വിജിലൻസിൻ്റെ ക്ലിയറൻസ് നിർബന്ധമാക്കണം എന്നുള്ളതും സ്വാഗതാർഹമായ നിലപാടാണ്. ഇതോടൊപ്പം പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ മറ്റ് നിയമനങ്ങൾ, ധാരാളം നിയമനങ്ങൾ നടക്കുന്ന ഒരു സംവിധാനമായതുകൊണ്ട് ആ നിയമനങ്ങളെല്ലാം സുതാര്യമായി നടത്താൻ എന്ത് സംവിധാനമാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് ഗവൺമെൻറ് ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്നാണ് സെക്രട്ടേറിയറ്റ് നിർദ്ദേശിക്കുന്നത്. ഇത് മുൻകാലത്ത് UDF അധികാരത്തിലിരുന്ന കാലത്ത് 8 മന്ത്രിമാർക്കെതിരെ ഇവിടെ വിജിലൻസ് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. FIR തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്ന് UDF സ്വീകരിച്ച സമീപനം, അതിലൊരു മന്ത്രി പോലും രാജിവെക്കുന്ന സമീപനമല്ല UDF സർക്കാർ സ്വീകരിച്ചിരുന്നത്. കോടതി പരാമർശത്തെ തുടർന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന ബാബു രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടും ആ രാജിക്കത്ത് സ്വീകരിക്കാതെ കോടതിയിൽ അപ്പീൽ പോയി മന്ത്രിസ്ഥാനത്ത് തുടരാൻ കെ ബാബുവിന് അവസരമുണ്ടായി കൊടുക്കുകയാണ് അന്ന് ഉമ്മൻചാണ്ടി ചെയ്തിരുന്നത്. അതാണ് UDF ഇവിടെ സ്വീകരിച്ച സമീപനം. അത്തരം സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു സമീപനം, മാതൃകാപരമായൊരു നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നതുകൊണ്ടാണ് സഖാവ് ജയരാജനും പാർട്ടിയും ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ UDF സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിമാരുടെ ബന്ധുക്കളെ നിശ്ചയിക്കുന്നതിന് വേണ്ടി അന്ന് നിലവിലുണ്ടായിരുന്ന നിയമം പോലും ഭേദഗതി ചെയ്ത് നിയമനം നടത്തിയ അവസ്ഥ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അത്തരം പ്രശ്നങ്ങളിലൊന്നും ഒരു നിലപാട് സ്വീകരിക്കാത്ത UDFൽ നിന്ന് വ്യത്യസ്തമാണ് LDF എന്ന് തെളിയിക്കേണ്ട ബാധ്യത LDFനുണ്ട്. BJP കേന്ദ്രത്തിൽ ഇതുപോലുള്ള നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ട് ഒരാൾ പോലും രാജിവെക്കുകയോ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. സുഷമാ സ്വരാജുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ, വസുന്ധര രാജയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ
പാർലമെൻറ്റിനകത്ത് ശക്തമായിട്ടുള്ള വിമർശനം ഉയർന്നു വന്നിട്ടും ആ മന്ത്രിമാർ രാജിവെക്കാനോ അവരുടെ നിലപാട് തെറ്റാണെന്ന് പറയാനോ BJP തയ്യാറായിട്ടില്ല. അവർക്കെല്ലാം രക്ഷാവലയം തീർക്കുകയാണ് അന്ന് BJP ചെയ്തിരുന്നത്. BJP ഭരണകാലത്ത് പെട്രോൾ പമ്പ് കുംഭകോണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നിരവധി BJP നേതാക്കന്മാർ അതിലുൾപ്പെട്ടിരുന്നു. അവർക്കൊന്നും എതിരായിട്ട് ഒരു നടപടിയും സ്വീകരിക്കാനൊന്ന് BJP കഴിഞ്ഞിട്ടില്ല. എന്നാൽ CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് EP ജയരാജൻ. കേരളത്തിലെ പാർട്ടിയുടെ സമുന്നതനായ നേതാക്കന്മാരിൽ ഒരാളാണ് സഖാവ് EP ജയരാജൻ. സഖാവ് വളരെ ത്യാഗപൂർവമായ പ്രവർത്തനങ്ങൾ പലപ്പോഴും ഏറ്റെടുക്കേണ്ടി വന്നൊരു സഖാവാണ്. രാഷ്ട്രീയ എതിരാളികളാൽ ആക്രമണത്തിന് വിധേയമാവുകയും വെടിയേൽക്കേണ്ടി വരികയും ആ വെടിയുണ്ടയും പേറി ജീവിക്കേണ്ടി വരുന്ന ഒരു സഖാവാണ് EP ജയരാജൻ. അത്തരത്തിലുള്ള സഖാവാണെങ്കിൽ പോലും പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നത് നിരവധി രക്തസാക്ഷികളുടെ ജീവത്യാഗത്തിൻ്റെയും പതിനായിരക്കണക്കായ സഖാക്കളുടെ ത്യാഗപൂർണമായ പ്രവർത്തനത്തിൻ്റെയും ഫലമായിട്ടാണ് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നത്. അങ്ങനെയുള്ള ജനവിഭാഗങ്ങൾക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നതിനെ പാർട്ടി മുഖവിലക്കെടുക്കും. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഉയർന്നു വന്ന എല്ലാ പ്രതികരണങ്ങളും കണക്കിലെടുത്തുകൊണ്ടാണ് സഖാവ് EP ജയരാജൻ ഞാൻ രാജിവെക്കുക, അതിന് പാർട്ടി എനിക്ക് സമ്മതം തരണം എന്നാവശ്യപ്പെടുന്ന ഉയർന്നൊരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തിട്ടുള്ള തീരുമാനം അറിയിക്കണമെന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു പത്രസമ്മേളനം വിളിച്ച് ഇപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കാൻ തീരുമാനിച്ചത്. സംഘടനാപരമായ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി പിന്നീട് പരിശോധിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഭരണപരമായ കാര്യങ്ങളിലാണ് ആദ്യം തീരുമാനം ഉണ്ടാകേണ്ടത്. മറ്റ് കാര്യങ്ങളെല്ലാം പാർട്ടി സെൻട്രൽ കമ്മിറ്റിയും പാർട്ടി പോളിറ്റ് ബ്യൂറോവും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും അത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്യുന്നതാണ്. വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യും തൽക്കാലം. ഇന്നിപ്പോൾ ഞങ്ങൾ ഈ ഒരു തീരുമാനം മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ കാര്യങ്ങളൊന്നും ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പോൾ വിജിലൻസിനായാലും ആർക്കായാലും ഈ പ്രശ്നത്തിൽ സ്വതന്ത്രമായ അന്വേഷണത്തിനുള്ള സംവിധാനം ഉണ്ടാകണം. അതാണ് ഞങ്ങൾ നേരത്തെ UDF മന്ത്രിമാർക്കെതിരെ ഇത്തരം ആരോപണങ്ങളുണ്ടായ കാലത്ത് ഞങ്ങൾ നിയമസഭയിൽ സ്വീകരിച്ച നിലപാട് അതാണ്. KM മാണിക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ, ബാബുവിനെതിരെ ആരോപണം ഉയർന്നു വന്നപ്പോൾ ഞങ്ങളത് പ്രതിപക്ഷ നിയമസഭയിൽ പറഞ്ഞു, വിജിലൻസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാക്കണം. അന്വേഷണ ഏജൻസി അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കണമെങ്കിൽ ആരോപണ വിധേയനായ ആൾ മന്ത്രിസ്ഥാനത്തിരുന്നാൽ അവർക്ക് സ്വതന്ത്രമായി അന്വേഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ തരത്തിൽ ഏതൊരു അന്വേഷണം നടത്തുന്ന ഏജൻസിക്കും അന്വേഷണ സംവിധാനത്തിന് തടസ്സമുണ്ടാകാൻ പാടില്ല എന്ന മാതൃകാപരമായൊരു നിലപാടാണ് CPIM ഈ കാര്യത്തിൽ സ്വീകരിക്കാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു സമീപനം പാർട്ടി അംഗീകരിച്ചിട്ടുള്ളത്. ഇത് മാതൃകാപരമായ നടപടിയാണ്. ഇത്ര വേഗത്തിൽ തീരുമാനത്തിൽ മാതൃകാപരമാണ്. പക്ഷേ ഈ EP ജയരാജന് നേരത്തെ ഇത്തരം കാര്യങ്ങളിൽ ചെറിയ പിഴവുകൾ പറ്റിയ പാർട്ടി നിരീക്ഷിച്ച് വാർത്താക്കുറിപ്പുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ബോണ്ട് വിഭാഗത്തിലാണെങ്കിലും പ്ലീനത്തിൻ്റെ പരസ്യത്തിൻ്റെ കാര്യത്തിലൊക്കെയാണെങ്കിലും അപ്പോൾ ഇത് തുടർച്ചയായിട്ട് ആവർത്തിക്കുന്ന സ്ഥിതിയില്ല. ഒക്കെ ഓരോ സന്ദർഭത്തിലുണ്ടായ പ്രശ്നങ്ങൾ അതായത് സമയത്ത് തീരുമാനമെടുത്ത് നിലപാട് വ്യക്തമാക്കിയ പാർട്ടിയാണ് ഈ പാർട്ടി. അതുകൊണ്ട് ഇത് ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നത്തിനെ അടിസ്ഥാനമാക്കി അതിൻ്റെ ഗൗരവത്തിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഈ തീരുമാനം പാർട്ടി കൈക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരാളുടെ ഇത് സംബന്ധിച്ചിട്ടുള്ള ജാതകമാകെ ഇപ്പോൾ പരിശോധിച്ച് വീണ്ടും വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. സംഘടനാപരമായ കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്തിട്ടില്ല. അതൊക്കെ ചർച്ച ചെയ്യാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മാത്രമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ല. പാർട്ടി ഭരണഘടന അനുസരിച്ചുകൊണ്ട് അതിന് വ്യവസ്ഥാപിതമായ രീതിയുണ്ട്. ആ രീതിക്കനുസരിച്ച് ആ കാര്യങ്ങൾ പിന്നീട് പരിശോധിക്കും. അത് പരിശോധിച്ചാലല്ലേ ആ ഒരു ഭാഗം പറയാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ ആ പരിശോധനയിലേക്ക് കടന്നിട്ടില്ല. അത് സംഘടനാപരമായിട്ട് പരിശോധിക്കേണ്ടത്
ഈ സഖാക്കളെല്ലാം സെൻട്രൽ കമ്മിറ്റി മെമ്പർമാരാണ്. ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് മാത്രമായി അത്തരം കാര്യങ്ങളിൽ ഒരു നിലപാടെടുക്കാൻ കഴിയില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റിനും കഴിയില്ല. ഇത് സംബന്ധിച്ചൊരു ശുപാർശ തന്നെ നടത്തണമെങ്കിൽ സംസ്ഥാന കമ്മിറ്റി ചേരണം. അപ്പം അത്തരം പാർട്ടി ഘടകങ്ങൾ ചേരുന്ന സന്ദർഭത്തിൽ അത് സംബന്ധിച്ചിട്ടുള്ള പാർട്ടി രീതിക്കനുസരിച്ചുകൊണ്ടുള്ള പരിശോധനയും ചർച്ചയും പാർട്ടിക്കകത്ത് നടക്കും. ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇതുപോലെയുള്ള നിയമനങ്ങൾ നടന്നുള്ള പരാതി വന്നിട്ടുണ്ട്. അതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ഈ ഗവൺമെൻറ് കാലത്ത് വന്ന ആരോപണങ്ങളെല്ലാം അന്വേഷണ വിധേയമാക്കുന്നതിൽ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള യാതൊരു എതിർപ്പുമില്ല. ഇപ്പോൾ ധാരാളം ആക്ഷേപങ്ങൾ മുൻകാല ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുണ്ട്, മുൻപത്തെ UDF ഗവൺമെൻറ് സംബന്ധിച്ച്. ഇപ്പോൾ വിജിലൻസിൻ്റെ അന്വേഷണ പരിധിയിൽ ഏതെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്ന് ഗവൺമെൻറ് തീരുമാനിക്കണം. അത് സംബന്ധിച്ച് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള മുൻ ഗവൺമെൻറ് കാലത്ത് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ അന്വേഷണ വിഷയമാക്കുന്ന വിധത്തിലായിരിക്കണം ഗവൺമെൻറ് ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കേണ്ടത്. ഈ സുധീർ നമ്പ്യാർ നിയമനം മാത്രമാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി നാരായണ മകന്റെ പേരുണ്ട്, മറ്റ് സംസ്ഥാന നേതാക്കളുടെ അതൊക്കെ പരിശോധിച്ചു. ഇത് നിങ്ങൾ പറഞ്ഞ് LDF ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന 5 കൊല്ലം വരെ CPM-മായി ബന്ധമുള്ള ഒരാൾക്കും ഒരു തരത്തിലും ജോലി ചെയ്യാൻ പാടില്ല എന്ന വിധത്തിലൊരു ചർച്ചയായി ഇതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കണം. അങ്ങനെയാണെങ്കിൽ 5 കൊല്ലത്തിനിടയിൽ CPM-കാരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ നാട് വിട്ടുപോണ്ടി വരും. കേരളത്തിലൊരു ജോലിയും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നിയമവിരുദ്ധമായിട്ട് വല്ലതും നടക്കുന്നുണ്ടോ എന്നാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. അതുകൊണ്ട് മറ്റു നിയമനങ്ങൾ എല്ലാം നിയമാനുസൃതമായ നിയമനമാണോ ഇല്ലയോ എന്നുള്ളത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ പരിശോധിക്കേണ്ടതാണ്. പാർട്ടി ബന്ധുക്കളായാലും നിയമവിരുദ്ധമായ നിയമനങ്ങൾ നടത്താൻ പാടില്ല, നിയമാനുസൃതമായ നിയമനമായിരിക്കണം. അതാണ് CPM-ൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥാപനത്തിലും ഒരാൾക്കും ജോലി ചെയ്യാൻ പാടില്ല. കമ്മ്യൂണിസ്റ്റ് ആകുന്നത് ഒരു അയോഗ്യതയായി, പാർട്ടി നേതാക്കന്മാരുടെ ബന്ധുക്കളാകുന്ന ഒരു അയോഗ്യതയായിട്ട് എവിടെയെങ്കിലും ജോലിക്ക് കണക്കാക്കേണ്ട കാര്യമില്ല. ജയരാജൻ്റെ ഭാഗത്ത് പറ്റിയത് തെറ്റ് വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം വകുപ്പിൽ ഏറ്റവും അടുത്തൊരു ബന്ധുവിനെ നിശ്ചയിച്ചു എന്നുള്ളതാണ് ഇത് സംഭവിച്ചിട്ടുള്ള തെറ്റ്. അത് ആ സഖാവ് സമ്മതിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ സംഭവം പ്രതിച്ഛായ നഷ്ടം ഉണ്ടാക്കിയിട്ടുള്ള സെക്രട്ടറി സർക്കാരിൻ്റെ ഒരു നിയമനം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന പ്രതിച്ഛായോ പിണറായി വിജയൻ സർക്കാരിന്? അത് പാർട്ടി അങ്ങനെ വിലയിരുത്തുന്നില്ല. ശരി.